ചിലപ്പോൾ ആ കുട്ടിക്ക് വെയിറ്റ് കുറവായിരുന്നോണ്ടായിരിക്കാം അത് പെട്ടെന്ന് ഈ സോപ്പ് വഴുതി വീണ പോലെ വന്നതെന്ന് പറയുന്നത്. ഇവര് പറയുന്നത് ഇവര് സ്കാനിങ് ചെയ്തിട്ടില്ല, അതിന് ഗർഭം മുതലുള്ള ഒരു ടെസ്റ്റും ഇവര് ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭത്തിന് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ? ഈ സ്കാൻ ചെയ്യാതെ പ്രസവിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് സ്കാൻ ചെയ്യാതെ ആൾക്കാർ പ്രസവിച്ചിരുന്നു. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. ആ ഒരു പോസ്റ്റ് വായിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഫീലിംഗാണ്. സ്വന്തം ജീവനും വെച്ചിട്ട് ഇത്രയും വലിയ റിസ്ക് എടുക്കാതിരിക്കുക. ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ വേറെ ആരെങ്കിലും തുനിയുവാണെങ്കിൽ ആ പ്ലാസൻ്റ വരാതിരിക്കുകയോ പ്ലാസൻ്റ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ വീട്ടിലെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ തീരെ അവശതയായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് ബുദ്ധിമാന്യമോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്ന് കുറേ റീൽസിൽ കണ്ടു. അത് ശരിയാണോ? നമ്മളുടെ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് ആണെങ്കിലും ഏത് ഇതിലാണെങ്കിലും ഇതിൻ്റെ കണ്ടൻസ് നമ്മളങ്ങനെ കാര്യമായിട്ട് ആരാ അവിടെ സ്റ്റഡി ചെയ്തിരിക്കുന്നത്? ഞാനിതിൻ്റെ സ്മെല്ല് നോക്കിയപ്പോൾ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഇതൊക്കെ നോക്കിയപ്പോൾ. അത് നമ്മുടെ സ്കിന്നാണ് ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. അതോടെ എന്ത് തേച്ചാലും അബ്സോർബ് ആവും. നമസ്കാരം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് സോപ്പ് വഴുതി വീണതുപോലെ ഒരു പ്രസവം. അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്നൊരു ലേഡി അവരുടെ വീട്ടിലുണ്ടായ സുഖപ്രസവത്തെക്കുറിച്ച് വിവരിച്ചെഴുതിയൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിൻ്റെ ആധികാരികത എത്രത്തോളം ഉണ്ട്? ഈ പറയുന്ന സംഗതി വീട്ടിൽ പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ഒന്നാണോ? നമുക്ക് അതിനെ കൃത്യമായി പഠിച്ചിട്ടുള്ള ആധികാരികമായി പറയാൻ കഴിയുന്ന ഒരാളോട് അതിനെപ്പറ്റി ചോദിച്ചാലോ? ഇപ്പം എൻ്റെ കൂടെയുള്ളത് പാലാരിവട്ടം എറണാകുളം മെഡിക്കൽ സെൻറ്ററിൽ ഗൈനക്കോളജിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ മെറീന വർഗീസ് ആണ്. മാഡം, വെൽക്കം ടു അബാക് മീഡിയ. താങ്ക് യു. ഞാൻ ഈ പറഞ്ഞ പോസ്റ്റ് മാഡം കണ്ടിരുന്നോ? ഞാൻ കണ്ടിരുന്നു, ഞാൻ വായിച്ചു. ഞാൻ വളരെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് ആ പോസ്റ്റ് വായിച്ചത്. ബിക്കോസ് ഒരു ബ്രീച്ച് ഡെലിവറി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം കാര്യങ്ങൾ കെയർ എടുക്കേണ്ട ഒരു കാര്യമാണ്. സാധാരണ പ്രസവത്തിലാണെങ്കിൽ തലയാണ് വരുന്നത്, അതിന് പകരം ബട്ടക്സ് ആണ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ കുട്ടിക്ക് വെയിറ്റ് കുറവായിരുന്നോണ്ടായിരിക്കാം അത് പെട്ടെന്ന് ഈ സോപ്പ് വഴുതി വീണ പോലെ വന്നതെന്ന് പറയുന്നത്. പക്ഷെ സാധാരണ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കുട്ടിയുടെ കഴുത്ത് വരെ വെളിയിൽ വരും, തല സ്റ്റക്കാവാം. തല സ്റ്റക്കായി കഴിഞ്ഞാൽ കുട്ടിക്ക് ശ്വാസം കിട്ടാതെ അപ്പം തന്നെ ആ കുട്ടി മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അമ്മയ്ക്കും കോംപ്ലിക്കേഷൻസ് വളരെയധികം വരാൻ ചാൻസുകളുണ്ട്. ഇപ്പോൾ ഒരു സുഖപ്രസവം എന്ന് പറയുന്നത് വീട്ടിൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ നമ്മളെ സ്വന്തം ജീവിതവും നമ്മുടെ ജീവനും നമ്മുടെ കുട്ടിയുടെ ജീവനും റിസ്ക് എടുക്കുന്നതിൽ അത് വളരെ മണ്ടത്തരമാണ് കാണിച്ചത്. ഇപ്പം ഈ അക്യുപഞ്ചറൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പൊതുവെ പറയുന്ന ഒരു സംഗതിയാണ് അതുപോലുള്ള പല ചികിത്സാ രീതികളുടെയും പുറകെ പോകുന്നവർ. മോഡേൺ മെഡിസിൻ ആൾക്കാരെ കൊല്ലുന്ന സംഗതിയാണ്, അല്ലെങ്കിൽ വെറുതെ പിടിച്ച് ഓപ്പറേഷൻ ചെയ്യും, സൂചി വയ്ക്കും. ഇതിൽ ശരിക്കും എത്രത്തോളം സത്യമുണ്ട്? പണ്ടത്തെ കാലത്ത് എന്താ പറയുക, ആൻറ്റിബയോട്ടിക് ഇല്ല, ഒരു ഇൻഫെക്ഷൻ വന്നു, എത്രയോ പേര് മരിച്ചു. അത് കഴിഞ്ഞ് ആൻറ്റിബയോട്ടിക് കണ്ടുപിടിച്ച് ഇൻഫെക്ഷൻസിന് ഒരു ട്രീറ്റ്മെൻറ്റ്, സെപ്സിസിന് ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെയൊക്കെയാണ് ആൻറ്റിബയോട്ടിക് ഉള്ളതുകൊണ്ടാണ് ഇന്ന് പകുതി പേര് ജീവനോടെ ഉള്ളത്. ഓക്കെ, അതുപോലെ ഓരോ കാര്യങ്ങളും പണ്ടത്തെ ഒരു 1940 to 70 നോക്കുകയാണെങ്കിൽ അതെല്ലാം വീട്ടിലെ ഡെലിവറീസ് ആയിരുന്നു. പക്ഷെ അതിൽ എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ട്? ഒരു ചിലപ്പോൾ 10-12 ഡെലിവറീസ് നടക്കുമായിരിക്കും. പക്ഷെ അതിൽ തന്നെ കുട്ടികൾ മരണപ്പെടാം, അമ്മ മരണപ്പെടാം. നമ്മൾ വിചാരിക്കും നമ്മൾ മരണപ്പെട്ടാൽ അതോടുകൂടി എല്ലാം ഇതാവുന്നു. ഒന്നും നടക്കില്ല. സൂര്യൻ ഉദിക്കും, എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ പോകും. അദ്ദേഹം അടുത്ത ഭാര്യയെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും. നമ്മുടെ മക്കൾക്ക് പോയി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വന്തം ജീവനും വെച്ചിട്ട് ഇത്രയും വലിയ റിസ്ക് എടുക്കാതിരിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും ഈ പറയുന്ന പോലെ ഈ സിസേറിയനൊക്കെ വെറുതെ ചെയ്യുന്ന സംഗതിയാണോ? ഒരിക്കലും അല്ല. നമ്മളെല്ലാം നാച്ചുറലായിട്ട് നോർമൽ ഡെലിവറിക്കാണ് ഞങ്ങൾ ട്രൈ ചെയ്യാറ്. പിന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കൂടുതൽ, ഇപ്പോൾ BP, ഇന്നത്തെ കാലത്ത് പ്രഷർ കൂടുതലുള്ളവരുണ്ട്, ഡെലിവറി സമയത്ത് ഡയബറ്റീസ് ഉള്ളവരുണ്ട്, അല്ലെങ്കിൽ കുട്ടിക്ക് തന്നെ 4 കിലോ 4.5 kg ഉള്ള കുട്ടികളുണ്ടാവും. അങ്ങനെ ബേബിക്ക് ഡിസ്ട്രെസ് നമ്മൾ മോണിറ്റർ ചെയ്ത് എല്ലാ 15 മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ കണ്ടിന്യൂസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട് ബേബിയുടെ ഹാർട്ട് ബീറ്റ് ഒക്കെ. അവിടെ എന്തെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉള്ളപ്പോഴാണ് നമ്മൾ, കുട്ടിക്കോ അമ്മയ്ക്കോ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ സിസേറിയൻ. അല്ലാതെ വഴിയെ എല്ലാ പ്രസവവും സിസേറിയൻ ചെയ്യണമെന്ന് ഒരു ഡോക്ടറും ചാടി പിടിക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇപ്പം ഈ പറയുന്ന പോലെ ഇവർ പറയുന്നത് ഇവർ സ്കാനിങ് ചെയ്തിട്ടില്ല, അതിന് ഗർഭം മുതലുള്ള ഒരു ടെസ്റ്റും ഇവർ ചെയ്തിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭത്തിന് ഇതൊക്കെ ആവശ്യമുള്ളതല്ലേ?
പ്രഗ്നൻസിയിൽ എപ്പോൾ വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മൾ ആദ്യം ഒരു സ്കാൻ ചെയ്യാൻ പറയുന്നത് എവിടെയാണ്, ഇത് ഗർഭപാത്രത്തിലാണോ അതോ ട്യൂബിനകത്താണോ പ്രഗ്നൻസി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ എത്ര കുട്ടികളുണ്ട്, ട്വിൻസ് ആണോ അതോ വേറെ എന്തെങ്കിലും വൈകല്യങ്ങളോ, അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്കാൻ ചെയ്യാതെ പ്രസവിക്കുക എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് സ്കാൻ ചെയ്യാതെ ആൾക്കാർ പ്രസവിച്ചിരുന്നു. അത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഫെസിലിറ്റീസ് ഉള്ളപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതിൽ ഒരർത്ഥമില്ല. ബിക്കോസ് എത്രയോ മന്ദബുദ്ധികളായിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു പണ്ട്. ഇന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് പണ്ടത്തെ അത്രയും കുട്ടികൾ ഇപ്പോൾ ഇല്ല, 1-2 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അത് നല്ല ആരോഗ്യമുള്ള ബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിലാണ് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെയാണ് നമ്മൾ വാർത്തെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് അവർക്കൊരു നല്ല സാധാരണ രീതിയിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു കുടുംബത്തിലൊരു മന്ദബുദ്ധിയായിട്ടൊരു കുട്ടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. സ്പെഷ്യൽ സ്കൂള്, പിന്നെ ആ കുട്ടി ഒരു പേരൻസിൻ്റെ കാലം കഴിഞ്ഞ് ആ കുട്ടി ആരും നോക്കും? ഇതെല്ലാം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ശ്വാസം എടുത്ത് കരയണം. ആ കരഞ്ഞില്ലെങ്കിൽ തന്നെ അതിൻ്റെ ബ്രെയിനിലോട്ട് ഓക്സിജൻ ചെല്ലില്ല. അപ്പം തന്നെ സെർബൽ പാൽസി ആ കുട്ടിക്ക് ഈ പറഞ്ഞ പോലെ ആസ്ഫിക്സിയ വന്നു കഴിഞ്ഞാൽ ബുദ്ധിക്കൊക്കെ പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. എന്തിനാ ഇത്രയും വലിയ റിസ്ക് എടുക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ശരിക്കും മോഡേൺ മെഡിസിൻ വന്നതിന് ശേഷം ശിശുമരണ നിരക്ക് കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ? നമ്മളെ ഇപ്പോഴത്തെ കാലത്ത് ഞാൻ പറയാം, എൻ്റെ അമ്മയും എൻ്റെ മദർ ഇൻ ലോയും ഗൈനക്കോളജിസ്റ്റാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സിസേറിയൻ ചെയ്ത ഡോക്ടർ മേരി ലൂക്കോസ് പൊന്നൻ എൻ്റെ ഗ്രാൻഡ് ആണ്ടാണ്. പുള്ളി ആദ്യത്തെ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ശൗരിമുത്തു എന്ന് പറയുന്ന ഒരാളെയാണ് സിസേറിയൻ ചെയ്തത്. പുള്ളിയുടെ പേരൻസിൻ്റെ ഒരു 4-5 കുട്ടികൾ മരണപ്പെട്ട ശേഷം ഈ കുട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിസേറിയൻ ആദ്യം ചെയ്തത്. എനിക്ക് തോന്നുന്നു 1920 ചെയ്തത്. അദ്ദേഹം ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ പണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിനിൽ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, അത് ഉപയോഗിക്കണം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇത് ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് നമ്മുടെയാണ്. അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ ഹോൾ ഇന്ത്യയിലും നമുക്കിവിടെ ഏറ്റവും കുറയാനുള്ള കാരണം നല്ല ഫസ്റ്റ് ഓഫ് ഓൾ ലിറ്ററസി റേറ്റ് ഹൈ ആണ്, പിന്നെ നല്ല മെഡിക്കൽ ഫെസിലിറ്റി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇതെല്ലാം ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതേപോലെ തന്നെ അവർ പറഞ്ഞിരിക്കുന്ന സംഗതിയാണ്, അവർ ഈ പ്രസവത്തിന് മുൻപ് അവർ ആ വീട്ടിലെ ജോലികൾ ഫുള്ള് കഴിച്ച് നാളത്തെ പണികൾ കഴിച്ചു. ഇതൊക്കെ ശരിക്കും ഈ പ്രസവം ഇപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് പറ്റുന്നൊരു സംഗതിയാണോ? ആ ഒരു പോസ്റ്റ് വായിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണുന്ന ഫീലിംഗാണ്. എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു നോവൽ എഴുതാൻ പാകത്തിന് നല്ല രീതിയിൽ എഴുതി ഇത് കൊണ്ട് ഞാൻ കുറ്റം പറയുകയല്ല, ഒരിക്കലും അല്ല. ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്യാൻ വേറെ ആരെങ്കിലും തുനിയുവാണെങ്കിൽ ഒരു പ്രാവശ്യം ഇവർക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടിയുടെ വെയിറ്റ് കുറവായിരുന്നുകൊണ്ട് പെട്ടെന്ന് പോകുന്നതായിരിക്കാം. പക്ഷെ അല്ലാത്തൊരവസ്ഥയിൽ കഴുത്തിൻ്റെ അവിടെ വന്ന് സ്റ്റക്കായ കുട്ടിയെ പിന്നെ നമുക്ക് കിട്ടില്ല. അത് കഴിഞ്ഞ് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ സ്വന്തം ജീവൻ വെച്ച് അങ്ങനെ ഒരു ട്രയൽ എടുക്കാതിരിക്കുക. ഇപ്പൊ പണ്ടൊക്കെ സ്ത്രീകൾ പറയുമായിരുന്നല്ലോ, എൻ്റെ വല്യമ്മ പ്രസവിച്ചത് പ്രസവവേദന വന്നപ്പോൾ ഓടിപ്പോയി നെല്ല് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് പോയി പ്രസവിച്ചിട്ട് വന്നു എന്നൊക്കെ. അപ്പൊ അത്ര ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണോ ഇന്നത്തെ പ്രസവം? പണ്ട് എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് ജോലി എടുക്കും ആൾക്കാർ. ഇന്ന് കുറച്ച് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ്. അപ്പൊ പണ്ട് ഇന്ന് പറഞ്ഞ നെല്ല് കുത്തും, ചെറിയ കുറ്റിച്ചൂലെടുത്ത് മുറ്റം തൂക്കും, അതെല്ലാം ചെയ്തിരുന്ന നല്ലതാണ്. എക്സസൈസ് വേണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ റിസ്ക്കുകൾ ഇപ്പൊ പ്ലാസന്റ പ്രീവിയ എന്ന് പറഞ്ഞാൽ മറുകുള താഴെയാണെങ്കിൽ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ പോലും ബ്ലീഡ് ചെയ്യാവുന്ന സിറ്റുവേഷനാണ്. അങ്ങനെയുള്ളവരെ കൊണ്ട് കുട്ടിച്ചൂലും കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അമ്മയ്ക്കും കുഞ്ഞും അപ്പം തന്നെ ഒരു തീരുമാനമാവും. അപ്പം നമ്മൾ ഓരോ പേഷ്യൻ്റെ കണ്ടീഷൻ നോക്കിയിട്ടാണ് റെസ്റ്റ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ട് നോർമൽ ജോലികൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ചെക്കപ്പിന് വരാൻ പറയുന്നത് ഓരോ മാസവും ബ്ലഡ് കുറവുണ്ടോ, BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ കാലത്ത് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് തന്നെ എല്ലാ TT ഇഞ്ചെക്ഷൻസും ഒരു 9 മാസം കഴിക്കാനുള്ള മരുന്നുകളും എല്ലാം അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ആ മന്ത്ലി ചെക്കപ്പ് ഈ ഒരൊറ്റ റിസ്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ചെക്കപ്പ്സ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം നോർമലി നമ്മളൊക്കെയും പേടിക്കുന്ന ഒരു സംഗതിയാണ് ഈ പ്രസവത്തോടനുബന്ധിച്ച്. ഇപ്പം നോർമൽ ഡെലിവറി ആണെങ്കിൽ തന്നെ വാജിനല് ചെറിയൊരു മുറി ഉണ്ടാക്കിയിട്ടാണ് കുട്ടി പുറത്തേക്ക് വരിക. ഇവർ ഈ പ്രസവത്തിൽ എഴുതിയിരിക്കുന്നത് ഇവർക്ക് അങ്ങനെ ഒരു സംഗതി ചെയ്യേണ്ടേ വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രസവം സാധ്യമാണോ? പണ്ട് കാലത്ത് പോലും അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ് എൻ്റെ അറിവ്. സാധാരണ എപ്പിസിയോട്ടമി എന്ന് പറഞ്ഞ് അത് ശരിക്കും പറഞ്ഞാൽ പ്രൈമി ഗ്രൗഡ്. പ്രൈമി എന്ന് പറയുന്നത് ആദ്യമായിട്ട് പ്രഗ്നന്റ് ആയിട്ട് പ്രസവിക്കുന്ന ഒരു ലേഡിയെ പ്രൈമി എന്ന് വിളിക്കുന്നത്. അവിടെ ആ മസിൽസ് ഒക്കെ ഇച്ചിരി ടൈറ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടിയുടെ തല ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്, കുഞ്ഞ് ഇങ്ങനെയാണ് വരുന്നത്.
അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ നല്ല സപ്പോർട്ട് കൊടുക്കും ടയർ വരാതിരിക്കാനായിട്ട്. നല്ല പെരിനിയൽ സപ്പോർട്ട്, നമ്മുടെ അസിസ്റ്റൻ്റ് പെരിനിയൽ സപ്പോർട്ട് കൊടുക്കും. എന്നിട്ടും അത് ശരിക്കും വരുന്നില്ലെങ്കിൽ ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇത് യൂറിത്ര ആണ്, ഇത് വെജൈന ആണ്, താഴെ റെക്റ്റമാണ്. അത് പ്രോപ്പർ സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മൾ എപ്പിസിയോട്ടമി ചെറുതായിട്ട് കൊടുത്തില്ലെങ്കിൽ നേരെ താഴോട്ട് ടയർ അടിക്കും. ടയർ അടിച്ചാൽ ഈ വെജൈനയും മലം പോകുന്നതും എല്ലാം കൂടെ ആയിട്ട് ടയർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് ബുദ്ധിമുട്ടാവും. നമ്മുടെ നമുക്കൊരു പിന്നെ അത് വേറെ മൾട്ടിപ്പിൾ സർജറീസ് ഒക്കെ വേണ്ടി വരും. പിന്നെ അതൊരു ഫിസ്റ്റുല പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലം അറിയാതെ പോകുന്ന പോലെയും അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് വരാം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനാണ്. ഒരു ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല സുന്ദരമായിട്ട് ഹീൽ ചെയ്യും. അങ്ങനെ ഒരു മുറിവ് അവിടെ ഉള്ളതായിട്ട് പോലും തോന്നാറില്ല. അപ്പം അതില്ലാതെയൊക്കെ ഒരു പ്രസവം നടപ്പോ? അതൊക്കെ എന്താ പറയുക, ഇച്ചിരി വിശ്വസിക്കാൻ ഇച്ചിരി പാടുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, കുട്ടി ചെറുതാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ വഴുതിങ്ങി അങ്ങനെ പോന്നിരിക്കാം. അല്ലെങ്കിൽ ഇത് ഇവരുടെ എത്രാമത്തെ പ്രസവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്? രണ്ടാമത്തെ പ്രസവമാണ്. രണ്ടാമത്തെയാന്ന് പറഞ്ഞു. ഇത് വെജാന ലാക്സ് ആയിരുന്നായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഈ ഞാൻ പറയുന്നത് ഇപ്പൊ ഇതിന്റെ പോസ്റ്റിലുള്ള കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രോത്സാഹനമാണ് ആൾക്കാർ കൊടുക്കുന്നത്. ഇത് എത്രത്തോളം നമ്മുടെ സൊസൈറ്റിക്ക് അപകടകരമാണ്? ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ജീവൻ ആപത്ത്. ഇപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടി ഒലിച്ച പോലെ ബ്ലീഡ് ചെയ്യും. അപ്പം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഡെലിവറിക്ക് പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്ത് ബാക്കി ടെസ്റ്റുകളെല്ലാം ചെയ്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി, എന്തെങ്കിലും ഒരു ബ്ലീഡിങ് എക്സ്ട്രാ വന്നാൽ അപ്പം തന്നെ ബ്ലഡ് കൊടുക്കാനും അതിനുള്ള മരുന്നുകളെല്ലാം റെഡിയാക്കി വെച്ച് ഞങ്ങളിങ്ങനെ ആ ഡെലിവറി കഴിയുന്നോടം വരെ ഞങ്ങൾ അത്രയ്ക്ക് കെയർ എടുത്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഡോക്ടർമാരാരും ദൈവമല്ല. നമ്മൾ പറ്റുന്നിടത്തോളം നമ്മൾ ആരെയും ഉപദ്രവിക്കാനിരിക്കുന്നവരല്ല. ഞങ്ങൾ വേദന ഇല്ലാതിരിക്കാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ കോംപ്ലിക്കേഷൻസ് ക്യാൻ കം എനി ടൈം, എപ്പോൾ വേണമെങ്കിലും വരാം. പക്ഷെ അതെല്ലാം നേരിടാൻ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ റെഡിയാക്കിയ ശേഷമാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് വളരെ അപകടമാണ്. എന്നു പറഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ബ്ലീഡിങ് വന്നാൽ വീട്ടിൽ വെച്ച് എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എന്ത് ചെയ്യും? വീട്ടിൽ വെച്ച് ഇങ്ങനെ യൂട്രസ് പ്ലാസൻ്റ വരാതിരിക്കുകയോ പ്ലാസൻ്റ ഒട്ടിപ്പിടിച്ചിരിക്കുകയോ ഒക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യും. അപ്പോൾ അതൊക്കെ വീട്ടിലെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പോൾ തീരെ അവശതയായിട്ട് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പറയും, അയ്യോ ഇവിടുത്തെ അനാസ്ഥ കാരണമാണ് സ്ത്രീ മരണപ്പെട്ടതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഡോക്ടർമാരുടെ മെത്തോട്ട് കയറാൻ വരും. അതുകൊണ്ട് അതാ ഞാൻ പറയുന്നത്, ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കാതിരിക്കുക. ഇപ്പോൾ സീതയില്ലേ ഗീത എന്ന് പറഞ്ഞ പോലെ ഒരാളിൽ അടുത്ത ആളെ കല്യാണം കഴിച്ച, ഇപ്പൊ ഒരു വണ്ടി പുതിയത് വാങ്ങിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് രണ്ടാമത്തെ കല്യാണങ്ങളൊക്കെ നടക്കുന്നത്. ആദ്യത്തെ ഭാര്യ ഓക്കെ മരിച്ചു പോയി, എന്ത് ചെയ്യാൻ പറ്റും? കുറച്ച് നാളൊക്കെ ഒരു ഇത് വിഷമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് അടുത്ത ഭാര്യ കല്യാണം കഴിച്ച് പുള്ളി സുഖമായിട്ട് അടിച്ചു പൊളിച്ചങ്ങ് ജീവിക്കും. അതുകൊണ്ട് സ്ത്രീകളാണ് ശ്രദ്ധിക്കേണ്ടത്, അവനോണ്ട് ജീവൻ വെച്ച് കളിക്കാതിരിക്കുക. ഇപ്പം ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വരുന്നത് കൊണ്ട് ഒരു പക്ഷേ ഇപ്പം ഈ യൂട്യൂബ് നോക്കി വീട്ടിൽ പ്രസവിക്കുക ഇങ്ങനെയൊക്കെ ചില ആൾക്കാർ ഈ വഴിക്ക് പോകാൻ ചാൻസ് ഇല്ലേ? ഇന്നത്തെ കാലത്ത് അൺമാരിഡ് പ്രഗ്നൻസീസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ എല്ലാവരോടും ഞാനിപ്പോൾ ആൾക്കാരോട് മാരീഡ് ആണോ എന്ന് ചോദിക്കാറില്ല, സെക്ഷുവലി ആക്റ്റീവ് ആണോ എന്ന് മാത്രമേ ചോദിക്കാറുള്ളൂ. ബിക്കോസ് അൺമാരിഡ് പ്രഗ്നൻസീസ് കുറേ വന്നിട്ട് അവർ ചിലപ്പോൾ 5th മന്ത് കഴിഞ്ഞ് 7th മന്ത് കഴിഞ്ഞ് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു വരുന്നുണ്ട്. ഇമാതിരി വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവർക്കതൊരു പ്രചോദനമാവും. ആരെ അറിയിക്കാതെ വീട്ടിൽ പ്രസവിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ അവർക്കൊരു പ്രചോദനമാവും. പക്ഷേ ദേ ആർ പുട്ടിങ് ദെയർ ലൈഫ് അറ്റ് റിസ്ക്. ഒരു സംശയവും വേണ്ട, ദേ ആർ പുട്ടിങ് ദെയർ ലൈഫ് അറ്റ് റിസ്ക്. ഇതേ അക്യുപങ്ചറിന്റെ ഒരു വിഷയം തന്നെയായിരുന്നല്ലോ കുറച്ച് നാളുകൾക്ക് മുൻപ്. 3 സിസേറിയൻ കഴിഞ്ഞ ഒരു സ്ത്രീ അക്യുപങ്ചർ വഴി വീട്ടിൽ പ്രസവിക്കാനായിട്ട് ഭർത്താവ് നിർബന്ധിച്ചിട്ട് ആ സ്ത്രീയും കുട്ടിയും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പം ഇതൊക്കെ ഒഴിവാക്കാൻ ശരിക്കും പറഞ്ഞാൽ സർക്കാർ തലത്തിലും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തലത്തിലും ഒരു അവയർനെസ്സോ അല്ലെങ്കിൽ നോട്ടോ ആൾക്കാരുടെ മേൽ വേണ്ടതല്ലേ? ഉറപ്പായിട്ടും വേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് അന്ന് ആ ഒരു വിഷയത്തിൽ ഹെൽത്ത് സെന്ററിൽ നിന്ന് ആൾക്കാർ ആ കുട്ടിയെ കാണാൻ ചെന്നിട്ട് അവർ സമ്മതിച്ചില്ല എന്നാണ് അന്ന് പേപ്പറിലൊക്കെ കണ്ടത്. ബിക്കോസ് ഹെൽത്ത് സെന്ററിൽ നമ്മുടെ ആശാ വർക്കേഴ്സൊക്കെ ഓരോ വീടുകളിലും കയറി അത് നോക്കി കണ്ടു ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ സമ്മതിക്കാതെ, നമുക്ക് ഒരാളുടെ സമ്മതം ഇല്ലാതെ വീട്ടിൽ കയറി ഇതിനെപ്പറ്റി പറയാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ കുട്ടി ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ആയിരിക്കാം അങ്ങനെ. പ്രീവിയസ് സിസേറിയൻ ആണെങ്കിൽ സിസേറിയൻ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ യൂട്രസിൻ്റെ അവിടെ ഒരു ഇൻസിഷൻ ഉണ്ടാക്കിയിട്ടാണ് ബേബി എടുക്കുന്നത്. ഇതേ യൂട്രസ് തന്നെയാണ് രണ്ടാമതും പ്രഗ്നന്റ് ആകുമ്പോൾ 9 months ബലൂൺ വീർക്കുന്ന പോലെ ഇങ്ങനെ
വീർത്തു വരുന്നത്. അപ്പോൾ ആ പഴയ സ്കാറിൻ്റെ അവിടെ ചിലപ്പോൾ രണ്ടാമതും മൂന്നാമതൊക്കെ സിസേറിയൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഒരു പാട പോലെ ഉണ്ടാവുള്ളൂ. അതങ്ങ് റപ്ചർ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ കുട്ടി ഡെത്താവും. കുട്ടി ഡെത്തായി കഴിഞ്ഞ് പിന്നെ യൂട്രസിൽ നിന്ന് അങ്ങ് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി അമ്മയുടെ ലൈഫും ഡേഞ്ചറാണ്. ചിലപ്പോൾ ആ യൂട്രസോട് റിമൂവ് ചെയ്തിട്ട് ഇറങ്ങി വരേണ്ടിയൊക്കെ വരും. അങ്ങനെയുള്ള റിസ്കുകൾ എടുക്കാതിരിക്കുക ദയവ് ചെയ്ത്. ശരിക്കും ഈ സിസേറിയൻ കഴിഞ്ഞാൽ പിന്നെ സുഖപ്രസവം എന്ന് പറയുന്നത് ശരിക്കും സാധ്യമാണോ? അത് വജാനൽ ഡെലിവറി, വി ബാക്ക് എന്ന് പറഞ്ഞു, വജാനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. കംപ്ലീറ്റ്ലി മോണിറ്റർ ചെയ്തിട്ട് മാത്രം എന്ന് പറഞ്ഞാൽ ഫുൾ മോണിറ്ററിങ്, ഡോക്ടർ കൂടെ ഇരുന്ന് കംപ്ലീറ്റ് മോണിറ്ററിങ്ങോട്, അതും ഈ പറഞ്ഞ യൂട്രസ് റപ്ചർ ആവാനൊക്കെ ഉള്ള ചാൻസസ് ഉണ്ട്. വളരെ ക്ലോസ് മോണിറ്ററിങ്ങോട് കൂടി മാത്രം ചെയ്യാൻ പറ്റും. ഈ അക്യുപങ്ചർ അല്ലെങ്കിൽ യുനാനി ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് പുറകെ പോകുന്നതിന് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിലീഫ്സും കൂടി ഇതിന്റെ പുറകിലുണ്ടോ? മോഡേൺ മെഡിസിൻ വേണ്ട, ഇതൊക്കെ മതി എന്ന് പറയുന്നതും. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങളൊരു ആൻറ്റിബയോട്ടിക് എടുത്തു കഴിയുമ്പോൾ ഡോക്ടർ ഇതിന് സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. വഴിയെ പോകുന്ന പാനിപ്പൂരി, അത് ഇത് മുറുക്കാൻ, ഇതെല്ലാം വലിച്ചു വാരി കഴിക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒരു മെഡിസിൻസിനും അല്ല ഒരു സ്പെഷ്യാലിറ്റിക്കും എഗെയിൻസ്റ്റ് ഉള്ള ആളല്ല. പക്ഷേങ്കിൽ ചിലത് നമ്മളുടെ ലിവർ, കിഡ്നി, നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന എന്തായാലും അത് ഡീറ്റോക്സിഫൈ ചെയ്ത് അത് ഡൈജസ്റ്റ് ചെയ്ത് വരുന്നത് നമ്മുടെ ലിവറും കിഡ്നിയും ഒക്കെയാണ്. അതിന് കൂടുതൽ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. ഇപ്പം യുനാനി സിദ്ധയ്ക്കൊന്നും എഗെയിൻസ്റ്റ് അല്ല ഞാൻ, പക്ഷെ അതിൻ്റെ കണ്ടൻസ് എന്തോരം ഉണ്ട്, അത് എവിടെയാണ് സ്റ്റഡി ചെയ്തിരിക്കുന്നത്, അതിലെന്തോരം. ഇപ്പോൾ ഈ ഇട ഉണ്ടായിരുന്നല്ലോ ഒരു വെളുക്കാനുള്ള ക്രീം, യൂത്ത് ഫേസ് എന്ന് പറഞ്ഞിട്ട്, അത് എൻ്റെ ഫ്രണ്ട് എനിക്കും കൊണ്ടു തന്നു. നല്ല വെളുക്കും ഡോക്ടറെ എന്ന് പറഞ്ഞു. ഞാനത് തൊട്ടില്ല, എന്ന് വെച്ചാൽ അതിനകത്ത് എന്താന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ വെച്ചു. അവളത് 6 മാസം ഉപയോഗിച്ചു. വലിയ വെളുപ്പൊന്നും ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ ആ സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണല്ലോ വന്നത് കിഡ്നിക്ക് പ്രോബ്ലം ആയിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ഇപ്പൊ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഫുഡിനകത്തും പെസ്റ്റിസൈഡും ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ, ഇന്ത്യ ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നൊരു കൺട്രി ഇപ്പോഴത്തെ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ, വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിൽ എല്ലാം ആവശ്യത്തിൽ കൂടുതൽ പൊല്യൂട്ടൻസ് നമ്മുടെ ദേഹത്ത് ചെല്ലുന്നുണ്ട്. അതിൻ്റെ കൂടെ ടോപ്പപ്പ് ചെയ്യാൻ ഇതും കൂടെ ആഡ് ചെയ്താൽ പ്രശ്നമാണ്. ചിലർ പറയുന്നത് ക്യാൻസർ ആയുർവേദം കൊണ്ട് ട്രീറ്റ് ചെയ്യാം, യുനാനിയും കൊണ്ട് ട്രീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത സ്റ്റേജിൽ എത്തിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഡോക്ടർമാരെയാണ് അൾട്ടിമേറ്റ്ലി എല്ലാവരും ബ്ലെയിം ചെയ്യുന്ന ഡോക്ടർമാരെ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ നല്ല ഡോക്ടേഴ്സ് എല്ലാം നാട് വിടുക പേടിച്ചിട്ട്. വെറുതെ എന്തിനാ ഇവിടെ നിന്ന് തല്ലുകൊള്ളാൻ നിൽക്കുന്നത്? ഓൾ ഓഫ് ദം. ഇപ്പം എൻ്റെ ഹസ്ബൻഡ്, അതുകൊണ്ടല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് ഓഫ് ദം ഗോ അബ്രോഡ്. ഈ ഒരു അപ്പം എന്ത് പറ്റും, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ലോകത്ത് എവിടെ ചെന്നാലും ഏറ്റവും നല്ല മെഡിക്കൽ കെയർ കിട്ടുന്നത് നമ്മുടെ നാട്ടിലാണ്. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് വരാറുണ്ട്, ഓസ്ട്രേലിയ, UK, കാനഡ എന്നൊക്കെ. പക്ഷെ അവിടെ ഒരു ഡോക്ടറെ കണ്ടു കിട്ടാൻ അവർക്ക് പാടാ. ആദ്യം GP കണ്ട് എത്ര എമർജൻസി ആണെങ്കിലും വെയിറ്റ് ചെയ്ത് എന്നാലാണ് ഒരു ഡോക്ടറെ കാണാൻ കിട്ടുള്ളൂ. അപ്പോൾ അവർ ഓൺലൈൻ വിളിക്കും. അപ്പോൾ അവർ പറയും ഡോക്ടറെ ഇന്നിങ്ങനെ ബുദ്ധിമുട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ സിസ്റ്റമാണ് വളരെ നല്ല ഒരു മെഡിക്കൽ കെയർ സിസ്റ്റമാണ്. അത് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ അത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ നോക്കുക. ഡോക്ടറും എൻ്റെ ഒരു ഇതനുസരിച്ച് ഡോക്ടർ പേഷ്യൻ്റ് റാപ്പോ ആണ് അതിൻ്റെ എല്ലാം ഇത്. നമ്മൾ വളരെ ട്രാൻസ്പെറൻ്റ് കാര്യം പറയപ്പോൾ ഒരാൾക്കൊരു ഹാർട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയണമല്ലോ. ഹാർട്ടിൽ പ്രോബ്ലം ഉണ്ട്, എന്ത് സംഭവിക്കാം എന്ന് പറയണമല്ലോ. അപ്പോൾ ആ രോഗി മരിക്കുവാണെങ്കിൽ നമുക്ക് ഡോക്ടേഴ്സിന് ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മളാരും ദൈവമല്ല. അപ്പോൾ അത് മനസ്സിലാക്കി അത് നല്ല രീതിയിൽ, ബിക്കോസ് നമ്മൾ ലിറ്ററസി റേറ്റ് ഹൈ ആണ്, പക്ഷേ ലിറ്ററസി റേറ്റിനോടൊപ്പം തന്നെ ഇങ്ങനത്തെ കുറേ അന്ധവിശ്വാസങ്ങൾ അതിൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ കുറെ ഈ റിലീജിയസ് ബിലീഫ്സ് കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ വേണ്ട, ഇതെനിക്ക് വേണ്ട, അങ്ങനെ പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഒരു കാര്യം അവരെ ചെയ്യാനും പറ്റില്ല, അപ്പം കൺവിൻസ് ചെയ്യാനാണോ ശ്രമിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ എന്ത് വേണ്ടെന്ന്? ഇപ്പൊ ചില ബിലീഫുള്ള ആൾക്കാരുണ്ട്, അവർ ഈ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുള്ള പരിപാടി ചെയ്യില്ല. അത് യഹോവ വിറ്റ്നസ്. എനിക്ക് കുറേ പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അവർ വരുമ്പോഴേ പറയും, ഡോക്ടറെ ഞാൻ യഹോവ വിറ്റ്നസ് ആണ്, ഞാൻ മരിക്കാനിടയാണെങ്കിൽ പോലും ഞാൻ ബ്ലഡ് എടുക്കൂല എന്ന് പറയും. അതിനോട് എങ്ങനെയാണ് ഞാൻ അവർക്ക് അവരുടെ ബിലീഫ്സ് ഉണ്ട്, അവർ ആ ബിലീഫ്സിനപ്പുറം അവർ പോവില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഒരാളുടെ ബിലീഫ്സിനെ മുറിവുപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യാറ്, ഞാൻ അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ ഞാൻ ലാപ്രോസ്കോപ്പിക് സർജനാണ്. അപ്പോൾ ലാപ്രോസ്കോപ്പി ചെയ്യുമ്പോൾ വളരെ കുറവേ ബ്ലീഡ് ചെയ്യാറുള്ളൂ. കൂടുതലും ലാപ്രോസ്റ്റെക്ടമിക്കാണ് പേഷ്യൻസ് വന്നിട്ടുള്ളത് എൻ്റെ അടുത്ത്. യഹോവ വിറ്റ്നസ് കുറേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ദൈവം സഹായിച്ച് ബ്ലഡ് കൊടുത്തിട്ടില്ല. ഈ പറഞ്ഞ ഞാനും ഓരോ കേസിന് മുമ്പ് ദൈവത്തിൽ സമർപ്പിച്ചിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഇപ്പൊ എൻ്റെ കഴിവും കൊണ്ട് ഇൻഫെർട്ടിലിറ്റി പോസിറ്റീവായി അല്ലെ എൻ്റെ കഴിവും കൊണ്ടാണ് ഇതൊന്നും പ്രോബ്ലം, ഒരിക്കലും അല്ല. ഏത് വിശ്വാസമാണ്, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും, അതൊക്കെ നമ്മൾ മനുഷ്യരുണ്ടാക്കിയ ഡിവിഷൻസ്. ദൈവം എന്ന് പറഞ്ഞ ഒറ്റൊരു ദൈവമുണ്ട്, ആ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല.
അതേപോലെ തന്നെ ഇപ്പം ഈ പ്രസവം എങ്ങനെ വെറൈറ്റി ആക്കാന്ന് ചിന്തിക്കുന്ന ഈ അക്യുപഞ്ചർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വേറെ കുറെ ആൾക്കാരുണ്ട് മോഡേൺ രീതിയിൽ ഭയങ്കര വൈറലാവുക, വെള്ളത്തിൽ പ്രസവിക്കുക, ആകാശത്ത് പ്രസവിക്കുക. അപ്പം അതിനെയൊക്കെ ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന രീതിയിൽ എങ്ങനെയാ നോക്കിക്കാണുന്നത്? സി ഇപ്പൊ ഇവ ഈ എന്താന്ന് പറയുക അതൊരു ട്രെൻഡാണ്. ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ടബിൽ ഇപ്പൊ ഇവിടെ തന്നെ ചില സ്ഥലങ്ങളുണ്ട് വേറെ അണ്ടർ വാട്ടർ പ്രസവം ചെയ്യുന്ന ഒരു ബാത്തബിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിൽ കൂടെ പ്രസവവേദന വരുന്ന സമയത്ത് ഭർത്താവ് കൈയൊക്കെ പിടിച്ചിരുന്ന് പാട്ടൊക്കെ വെച്ച് അങ്ങനെ അങ്ങ് പ്രസവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഈ വേദന എന്ന് പറയുന്ന സാധനം നല്ല സ്ട്രോങ് ആണ്. എല്ലാം ഓക്കെയാണ് പ്രൊവൈഡഡ് യു ഹാവ് എ ഡോക്ടർ ലുക്കിംഗ്. അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡോക്ടർ ഉണ്ടാവില്ല, പക്ഷെ ഒരു ട്രെയിൻഡ് മിഡ് വൈഫോ നഴ്സോ വല്ല ഉണ്ടാവുള്ളൂ. ഇവർക്കും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ഒരു ഇപ്പോൾ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു പോയാൽ അപ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇത് അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ലൈഫ്, നമ്മുടെ കുഞ്ഞിൻ്റെ ലൈഫ് സേഫ് ആയിട്ടുള്ള ഹാൻഡ്സിൽ ഇത് ചെയ്യുക. നമുക്ക് അതാ പറയുന്നത്, നമുക്ക് ട്രൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേറെ കാര്യങ്ങളുണ്ട്, പല പല കാര്യങ്ങൾ നമുക്ക് ട്രൈ ചെയ്യാം. സമൂഹത്തിന് നന്മ ചെയ്യുമോ, അതിൽ വൈറലാവാം. അങ്ങനെ എന്തൊക്കെ നല്ല പോസിറ്റീവായിട്ട് ചിന്തിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ലൈഫ് വെച്ച് കളിക്കരുത്, ജീവൻ വെച്ച് കളിക്കരുത്. അതേപോലെ തന്നെ ഇപ്പം ഇന്നത്തെ പ്രായമുള്ളവർ കുറെ പേരെ എതിർക്കുന്ന ഒരു സംഗതിയാണ് എപ്പിഡ്യൂറൽ. എന്നാൽ കുറെ ആൾക്കാർ ഇപ്പൊ ഈ പേടി കൊണ്ട് മാത്രം എപ്പിഡ്യൂറൽ എടുക്കാം എന്ന് തീരുമാനിക്കുന്നത്. ശരിക്കും ഇത് പണ്ടുള്ളവർ പറയുന്നത്, ഒരു കാര്യം പറയുന്നത് വേദനിച്ച് പ്രസവിച്ചില്ലെങ്കിൽ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവില്ല. രണ്ടാമത് പറയുന്നത് ഇതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നാളെ ഉണ്ടാവാം. ശരിക്കും ഇതൊരു പേടിപ്പിക്കുന്ന ഒരു സംഗതിയാണോ എപ്പിഡ്യൂറൽ? എപ്പിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളെ ആ സ്പൈനൽ കോർഡിന്റെ അവിടെ വേദന സംഹാരികൾ അതിലൊരു ട്യൂബ് പോലെ ഒരു ഇഞ്ചക്ഷൻ സ്പൈനിൽ കൊടുക്കുന്ന പോലെ ഇഞ്ചക്ഷൻ ആണ് എപ്പിഡ്യൂറൽ കൊടുക്കുന്നത്. അതിലൊരു കാത്തീറ്റർ ഇട്ടിട്ട് അതിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മരുന്നുകൾ കൊടുക്കുക ചെയ്ത്. ഇപ്പൊ വെളിനാടുകളിലൊക്കെ പേഷ്യന്റിന് തന്നെ നമുക്ക് വേദനയുടെ ആദിക്യം അനുസരിച്ചിട്ട് നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. പമ്പ്സ് ഒക്കെ അവൈലബിൾ ആണ് അങ്ങനെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്നവരുണ്ട്. പെയിൻ ചിലർ ഇപ്പോൾ ഓരോരുത്തരുടെ പെയിൻ ത്രഷോൾഡും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഒരാളെ പിച്ചിയാലുള്ള വേദന ആയിരിക്കില്ല മറ്റേ ആൾക്ക്. ചിലർ അടുത്തോട്ട് ചെല്ലുമ്പോൾ തന്നെ അയ്യോ എന്ന് പറയുന്നേക്കാം. അപ്പോൾ ദാറ്റ് വേരീസ്. അപ്പോൾ ആ ഒരു പെയിൻ റിലീഫിന് വേണ്ടി എപ്പിഡ്യൂറൽ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചിലർ ചോദിക്കാറുണ്ട്, നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഭാവിയിൽ വേറെ പ്രശ്നങ്ങളുണ്ടോ? വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവാറില്ല. നല്ല അനസ്തീസിയ, നമുക്ക് നല്ല അനസ്തീസിയ ടീം വേണമെന്നേ ഉള്ളൂ. അനസ്തറ്റിസ്റ്റ് വേണം, നമ്മുടെ കൂടെ അനസ്തറ്റിസ്റ്റ് വേണം. അവർ മോണിറ്റർ ചെയ്ത് വേണം ഇത് കൊടുക്കുന്നത്. അനസ്തീസിയ ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ചെയ്യുന്നത്. നമുക്കൊക്കെ നല്ല ഒന്നാന്തര അനസ്തീസിയ ടീമാണ് ഉള്ളത്. അപ്പോൾ എപ്പിഡ്യൂറലൊക്കെ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. സിസേറിയന് കൊടുക്കുന്ന അതേ അനസ്തേഷ്യ തന്നെയാണോ ഇത്, അതോ ഡിഫറെന്റ് ആണോ? സിസേറിയൻ കൊടുക്കുമ്പോൾ സാധാരണ കൂടുതലും സ്പൈനലാണ് കൊടുക്കുന്നത്. സ്പൈനൽ കോർഡിന്റെ ഉള്ളിലോട്ടാണ് അതിന്റെ മരുന്ന് പോകുന്നത്. ഇത് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത് അതിന്റെ തൊട്ട് അടുത്തുള്ള സ്പേസിലാണ് എപ്പിഡ്യൂറലിന് കൊടുക്കുന്നത്. പിന്നെ അനസ്തീസിയ കൊടുത്ത് മയക്കിയിട്ട് ഉള്ള സിസേറിയനും ഉണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ ഈ മയക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൂടുതൽ കുട്ടിക്ക് ചെല്ലാതിരിക്കാനായിട്ട് സ്പൈനലാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അപ്പോൾ പക്ഷെ അതിന് നന്നായിട്ട് ബിരിയാണിയൊക്കെ കഴിച്ച് ഫുൾ സ്റ്റമക്കിൽ വന്നാൽ ജിയെ കൊടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ സ്പൈനലാണ് കൂടുതൽ പ്രിഫർ ചെയ്യാറ്. അതേപോലെ തന്നെ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഗതി, ഇപ്പോൾ പറയുന്ന ഒരു സംഗതിയാണ്, ഇപ്പോഴാണല്ലോ നമ്മൾ സ്ത്രീകൾ കൂടുതൽ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പ്രസവത്തിന്റെ അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടിക്ക് ബുദ്ധിമാന്യമോ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമെന്ന് കുറേ റീൽസിൽ കണ്ടു. അത് ശരിയാണോ? ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് ആണെങ്കിലും ഏത് ഇതിലാണെങ്കിലും ഇതിന്റെ കണ്ടൻസ് നമ്മൾ അങ്ങനെ കാര്യമായിട്ട് ആരാ അവിടെ സ്റ്റഡി ചെയ്തിരിക്കുന്നത്? ശരി. ആരെങ്കിലും ഇപ്പൊ നമ്മളൊരു പാരസെറ്റമോൾ കഴിച്ചാൽ എന്തൊക്കെ വരാം എന്നുള്ള സൈഡ് ഇഫക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഇത്ര ഡോസ്, ഇത്ര വെയിറ്റിന് ഇത്ര ഡോസ് എന്നുള്ളത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്കും ഐഷാഡോവും കണ്ണിനകത്ത് എഴുതുന്നതൊക്കെ നമ്മൾ ആരെങ്കിലും സ്റ്റഡി ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നത് എന്താ, നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ക്ലിനിക്ക് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിന് ഞാനിപ്പോൾ ഈയിടെ ഒരു പിമ്പിൾസിന് വേണ്ടിയിട്ടൊരു ഇത് എടുത്തായിരുന്നു. ഐ തിങ്ക് ഒരു ആൻറ്റി ബ്ലമിഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ക്ലിനിക്ക് നല്ല കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത്. പക്ഷേ എന്താ പ്രോബ്ലം, എന്താ അതിൻ്റെ ഉള്ളിൽ ബെൻസീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ സ്മെല്ല് നോക്കിയപ്പോൾ ഭയങ്കര സ്ട്രോങ് സ്മെല്ലാണ് ഇതിൻ്റെ. നോക്കിയപ്പോൾ അത് കാർസിനോജനാണ്. അപ്പോൾ ഈ വലിയ ഹൈ ബ്രാൻഡ്സിലും അവർക്ക് ആ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജനറലി എല്ലാവർക്കും ഒരു വിചാരമുണ്ട്, ദേഹത്ത് തേക്കുന്നത് കുഴപ്പമില്ല, ഉള്ളിൽ കഴിക്കുന്നത് മാത്രമേ വിഷയമുള്ളൂ, നമ്മൾ ഡൈ തേച്ചാൽ കുഴപ്പമില്ല. ഞാൻ നമ്മുടെ സ്കിന്നാണ് ഏറ്റവും ലാർജസ്റ്റ് ഓർഗൻ ഇൻ അവർ ബോഡി. അതോടെ എന്ത് തേച്ചാലും അബ്സോർബ് ആവും. അതുകൊണ്ടാണ് ഈ വെളുക്കാൻ തേക്കുന്നതൊക്കെ നേരെ കിഡ്നി പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഞാൻ പറയുന്നത് ക്രീംസ് ആയാലും ഇതായാലും പ്രഗ്നൻസിയിൽ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. ഇപ്പം ഇഷ്ടം പോലെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, തൈര്, പാല്, അതൊന്നും നമുക്ക് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ബേസിക്കലി നല്ല ന്യൂട്രീഷനാണ് വേണ്ടത്. നല്ല ഡയറ്റ് എടുക്കുക ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലോട്ട് നല്ല ഡയറ്റ്, ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നിറയെ പച്ചക്കറി, ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ വെച്ച് ഒരു കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അതെല്ലാം വെച്ചൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. പിന്നെ ഹൈഡ്രേഷൻ, ഇതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ബ്യൂട്ടി പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിൽ ഒരു കൺട്രോളിങ് അതോറിറ്റി ഇല്ല. ശരിയാ, ഉണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റാത്ത, ഫിൽട്ടർ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഒന്നും റിസ്ക് എടുക്കാതിരിക്കുക. ഇപ്പൊ ലിപ്സ്റ്റിക്സിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാതെ ഇരിക്കാൻ ഒരു വിഷമല്ലേ, അതുകൊണ്ടല്ലേ അടിച്ചിട്ടിരിക്കുന്നത്. അതൊരു കോൺഫിഡന്റ്. അതെ, ഒരു വി വാണ്ട് ടു നമ്മുടെ ബെസ്റ്റ് പ്രസന്റ് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ എപ്പോഴും ഡെയിലി ഇടാതിരിക്കുക. മാക്സിമം പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അറിയില്ല ഇതിൻ്റെയൊക്കെ ഇഫക്റ്റ് എന്തായാലും അബ്സോർബ് ആവും. ചുണ്ടിലായാലും കണ്ണിലായാലും. കണ്ണിന്റെ ഉള്ളിലൊക്കെ എഴുതുന്നത് വേഗം അബ്സോർബ് ആവും. ഇവൻ ചുണ്ടിലൊക്കെ ആകുമ്പോൾ നമ്മുടെ ദേഹത്തോട് പെട്ടെന്ന് അബ്സോർബ് ആവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഇത് അബ്സോർബ് ചെയ്ത് നമ്മുടെ ബ്ലഡ് വഴി, പ്ലാസൻ്റ വഴി കുട്ടിക്ക് എത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവോ എന്നുള്ള സ്റ്റഡി ഒന്നും ഇതുവരെ ആരും അതിനെപ്പറ്റി അത്ര ആലോചിച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിനെപ്പറ്റി എന്തായാലും ശരിക്കും ഒരു സ്റ്റഡി നടത്തേണ്ട ഒരു ഏരിയ ആണത്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഇവിടെയാണ് ഇപ്പൊ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുർവേദപരമായിട്ടുള്ള കുറച്ച് സംഗതികൾ, ലേഹ്യം കഴിക്കുക, വേത് വെക്കുക, 3 മാസം ഭയങ്കരമായിട്ട് ഉഴിഞ്ഞ് കുളിപ്പിക്കുക. ഇപ്പം കുറെ ആൾക്കാർ പറയാറുണ്ട്, ഇപ്പം ഫോറിനിലൊക്കെ പെണ്ണുങ്ങൾ അവരും കുളിച്ച് പിള്ളേരെയും കുളിപ്പിച്ച് ഈസി ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അവർ കുറെ പ്രസവിക്കുകയും ചെയ്യും. അവർക്കൊന്നും ഈ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനത്തെ കുറെ പരിപാലനത്തിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഞാനൊരു കാര്യം പറയാം. അത് യു ക്യാൻ ലുക്ക് അറ്റ് എന്ന് വെച്ചാൽ ട്രഡീഷണലായിട്ട് നമ്മൾ കാരണന്മാർ ചെയ്ത് വരുന്ന ഒരു കാര്യമാണ്. അപ്പം എനിക്കൊരു വളരെ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ആയുർവേദ ഡോക്ടർ, EMC തന്നെയാണ്. അപ്പം ഞാൻ ആധികാരികമായിട്ട് പുള്ളിയോട് ഈ കാര്യം ഒന്ന് ചോദിച്ചിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ അടുത്ത് പല പേഷ്യൻസ് ചോദിക്കാറുള്ളപ്പോൾ അപ്പോൾ അവർ പറയുന്നത് ഒരു 15 days, അപ്പം നമ്മുടെ ആ താഴത്തെ സ്റ്റിപ്പ് നോർമൽ ഡെലിവറി ആണെങ്കിൽ ആ സ്റ്റിച്ചെല്ലാം ഉണങ്ങി അത് സ്റ്റിച്ചിലോട്ട് കുഴമ്പ് പോകുന്നത് അത്ര നല്ലതല്ല. ഒരു 15 days കഴിഞ്ഞ് സ്കിന്ന് ചേർന്ന് കഴിഞ്ഞ് കുഴമ്പ് പോകുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു റിലാക്സേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രസവമൊക്കെ 9 മാസത്തെ ഇതെല്ലാം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് പിന്നെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോൾ രാത്രി ഉറക്കം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ മുടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഒരു റിലാക്സേഷൻ, റിജനുവേഷൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുഴമ്പൊക്കെ തേക്കുമ്പോൾ ഒരു പാമ്പറിങ് നമുക്ക് ആകെ ആ സമയത്താണ് ഒരു ഇച്ചിരി ടെൻഡർ ലവിങ് കെയർ കിട്ടണേ. അത് കളയേണ്ടതേ ഞാൻ പറയുള്ളൂ. അങ്ങനെ പോട്ടെ. പിന്നെ ലേഹ്യം കഴിച്ച് നമ്മൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കുക അതൊന്നും എനിക്ക് ഇതില്ല. ബിക്കോസ് എന്താ നമ്മൾ ഒത്തിരി ഉള്ളിലോട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കൂടാം. പിന്നെ ആ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പാടുപെടും, പിന്നെ ജിമ്മിൽ പോയി കഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറയുന്നത് കുഴമ്പ് തേക്കുന്നതിനോടൊന്നും എനിക്ക് വിരോധമില്ല. പക്ഷെ ഉള്ളിലോട്ട് കഴിക്കുന്നത് നോക്കിയിട്ട് ഓരോരുത്തരുടെ റിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ മതി. മാഡത്തിനെ കാണാൻ വന്നത് ഈ വൈറൽ പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പം അതിലിങ്ങനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരോടും ഇനി ഇത് ട്രൈ ചെയ്യാനിരിക്കുന്നവരോടും, അല്ലെങ്കിൽ കുഴപ്പമില്ല ഇതും ഒക്കെ നല്ലതാണല്ലോ, അതും ഇതുമൊക്കെ നല്ലതാണല്ലോ എന്ന് പറഞ്ഞ് ഇതിനെ ഭയങ്കര ഈസി ആയിട്ട് കാണുന്നവരോടും എന്താണ് പറയാനുള്ളത്? ഇങ്ങനെയുള്ള നമ്മളുടെ പ്രസവം എന്ന് പറയുന്നത് ഒരു വളരെ സങ്കീർണമായിട്ടുള്ളൊരു പ്രോസസ്സാണ്. ദൈവം നമുക്ക് സ്ത്രീകൾക്ക് തന്നിരിക്കുന്ന ഒരു നല്ല ഒരു കാര്യമാണത്. പക്ഷേ അത് നമ്മൾ സേഫ് ഹാൻഡ്സിൽ, സേഫ് മദർഹുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുന്ന സമയം മുതൽ പ്രോപ്പർ ചെക്കപ്പും കാര്യങ്ങളും നടത്തിയാൽ മാത്രമാണ് ആ ഒരു സ്ത്രീക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. റിസ്ക് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കെയറാണ് നമ്മൾ ആൻറ്റിനേറ്റൽ കെയറിൽ ഓരോ മാസവും വരുമ്പോൾ ചെക്കപ്പ് ചെയ്ത് BP നോക്കി, ഷുഗർ നോക്കി, ഹിമോഗ്ലോബിൻ നോക്കി, ബ്ലഡ് കുറവാണെങ്കിൽ അത് കൂടാനുള്ള വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഒരു കുട്ടി, ആരോഗ്യമുള്ള ഒരു അമ്മയും ആരോഗ്യമുള്ള ഒരു കുട്ടിയെയാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെക്കപ്പും കാര്യങ്ങളും ചെയ്യാനും, അതുപോലെ സേഫ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു പ്രസവം നടക്കുകയാണെങ്കിൽ NICU ഉള്ള സ്ഥലം എന്ന് വെച്ചാൽ മാസം തികയാതെ വന്ന് പ്രസവിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ രക്ഷിക്കാനുള്ള കഴിവുള്ള ഹോസ്പിറ്റൽസിൽ വേണം പ്രസവം നടത്താനായിട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഫാമിലി സേഫായിരിക്കും. അല്ലെങ്കിൽ അത് വല്ലാത്തൊരു റിസ്ക് ആയിരിക്കും എടുക്കുന്നത്. പ്രത്യേകിച്ച് ഇതിവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളാണ്. അവനവൻ്റെ ജീവനാണ് നമ്മൾ ഈ ഒരു റിസ്ക് എടുത്ത് കളയുന്നത്. വേറെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കാൻ ഒത്തിരി പേരുണ്ടാവും.
അങ്ങനെ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, എത്രയോ പേര് ചെയ്യുന്നു, അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർ പലതും പറയാം. പക്ഷെ ദൈവം നമുക്ക് തലയിൽ ബുദ്ധി തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ മൃഗങ്ങളെക്കാളും നമ്മൾ ബെറ്റർ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ദൈവം നമുക്ക് വിവേചന ശക്തി ബുദ്ധിയും തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുക. ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു അഭിപ്രായം ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലൈഫും സേഫ് ആയിരിക്കും. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദി. താങ്ക് യു.